ഹലോ മച്ചാമാരെ, ഇറ്റ്സ് മീ ദിൽ ബ്ലോഗ്സ്. ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഞാനൊരു ഹോം തിയേറ്റർ വാങ്ങിച്ചതും അതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ സറൗണ്ടിന്റെ സ്പീക്കർ നമ്മുടെ ബൈക്കിലായിട്ട് കൊടുത്തതിനെ കുറിച്ചൊക്കെ ആയിട്ട് ആൾക്കാർ സറൗണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് ശരി ആ കമന്റ് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പൊ സറൗണ്ടിന്റെ സൗണ്ട് കറക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അവര് കമന്റ് ഇട്ടവരൊക്കെ പറഞ്ഞേക്കുന്നത് നമ്മൾ ആ വെച്ച ഹൈറ്റിൽ നിന്നും ആ സ്പീക്കർ കുറച്ചുകൂടെ താഴോട്ട് എടുത്ത് വെക്കുക ആ സൗണ്ടും കാര്യങ്ങളും കറക്റ്റ് കിട്ടുമായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ അതൊന്ന് വെച്ച് നോക്കാൻ പോവാണ്. അപ്പം നിലവിൽ ഇരിക്കുന്ന സറൗണ്ട് സ്പീക്കർ ഇരിക്കുന്നിടത്തുനിന്ന് കുറച്ചുകൂടെ താഴ്ത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു എഫക്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഗൈസ്, അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ തുടങ്ങാം. അപ്പൊ ഞാൻ സറൗണ്ട് സ്പീക്കർ ഇപ്പൊ നിലവിൽ എവിടെ ഇരിക്കുന്നുള്ളത് ഞാൻ കാണിച്ചത്. ഗൈസ് കണ്ടല്ലോ, അപ്പൊ നമ്മള് സറൗണ്ടിന്റെ സ്പീക്കർ ഈ ഒരു ഹൈറ്റിലാണ് നമ്മുടെ വീട്ടിൽ നല്ല ഹാളിൽ നമ്മൾ വെച്ചിരുന്നത്. കണ്ടല്ലോ, അപ്പൊ ഈ ഒരു ഹൈറ്റിൽ ആണ് നമ്മുടെ സറൗണ്ടിന്റെ സ്പീക്കർ വെച്ചത്. അപ്പൊ ഞാനും ശ്രദ്ധിച്ചപ്പോഴത്തേന് ഈ ഒരു ഹൈറ്റിൽ നിന്ന് നമുക്ക് സറൗണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ. കമന്റ് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇന്ന് നമ്മൾ ആ സറൗണ്ട് സ്പീക്കർ അവിടുന്ന് കുറച്ച് താഴോട്ട് ഇറക്കി നമുക്ക് ഈ ഒരു ലെവൽ വെക്കാം എന്നാണ് ഞാനിപ്പം പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു മൂലയ്ക്ക് ആ ലെവൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇപ്പം ഞാൻ ഏതായാലും നല്ല ഇരിക്കുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു സോങ് വെച്ചിട്ട് ഞാൻ കേൾപ്പിക്കാം. പിന്നെ നമുക്ക് സറൗണ്ട് കൂടെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സൗണ്ട് ഇച്ചിരി കൂട്ടുവാണ്. കണ്ടല്ലോ, അപ്പൊ ഫ്രണ്ട് സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് ആണ് നമ്മളിപ്പം കേട്ടല്ലോ. അപ്പൊ ഇനി ഞാൻ നമ്മുടെ സറൗണ്ടിന്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കാം. ഞാൻ നേണ്ട ഡോൾബി അറ്റ്മോ സിനിമ ട്രെയിലർ, അതിനകത്ത് ഒരു സറൗണ്ട് വോയിസ് ആണ്. അപ്പൊ അതൊന്ന് വെച്ച് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് സറൗണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
സൗണ്ട് കേട്ടല്ലോ, കിട്ടുക്കൻ എന്ന് വെച്ചാൽ കിട്ടുക്കൻ ഹൈറ്റ് ആണ് കേട്ടല്ലോ. അപ്പൊ നമുക്ക് കറക്റ്റ് ഈ ഒരു ഹൈറ്റിൽ നമ്മൾ അത്ര ഉയർന്ന് ചെല്ലുമ്പോഴേ നമുക്ക് ആ സാധനം കിട്ടുന്നുള്ളൂ. ആ എഫക്റ്റും കാര്യങ്ങളും ഒരു തിയേറ്ററിൽ ഇരുന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്ത ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ 70 വരെയൊക്കെ ഞാൻ സൗണ്ട് വോളിയായിട്ട് കൂട്ടി വെക്കുന്നത്. അപ്പൊ ഏതായാലും അത് നമുക്ക് കുറച്ചുകൂടെ താഴോട്ടാക്കി വെക്കാം. അപ്പം വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ആ ഒരു റൂമിലെ ആ ഒരു എഫക്റ്റും കാര്യങ്ങളും എങ്ങനെ വെളിയിൽ നമുക്ക് കേൾക്കാൻ നോക്കാം. ഓക്കെ, വെളിയിലോട്ട് ഇറങ്ങുവാണേ. അപ്പൊ വെളിയിലത്തെ സൗണ്ട് ആ ഒരു എഫക്റ്റ് എങ്ങനെ നോക്കാൻ വേണ്ടിയാ. It's where the most advanced cinematic technology you could ever experience begins. Is Dolby Atmos. The number of speakers around you no longer matters, because this is the world's first object-based cinematic audio. With powerful moving audio that transcends from gems to moving around you. Captures the full extent. Do you want to know my secret? Of nature's purity. It's just the beginning of Dolby Vision. Because what you thought was black isn't. അപ്പൊ സൗണ്ട് കേട്ടില്ല. അപ്പൊ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സൗണ്ടാണ്. അപ്പം നിങ്ങളെല്ലാം പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ആ കാര്യം മനസ്സിലായത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.